എല്ലാവരും സുഖമല്ലേ? ഇന്ന് ഞണ്ട് കറി ഉണ്ടാക്കാൻ കാണിച്ചു തരാം. കേരള സ്റ്റൈലിൽ തേങ്ങ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കടൽ ഞണ്ട് എടുത്തിട്ടുള്ളത്. നീലക്കാലൻ ഞണ്ട് എന്ന് പറയുന്നത്. പുഴഞ്ഞണ്ട് വേറെ ഉണ്ട്, അത് ബ്രൗൺ കളറിലുണ്ടാവുക. നല്ല കട്ടിയുള്ള ഷെല്ലൊക്കെ ആയിരിക്കും. ഇത് കുറേ കൂടെ ടെൻഡറാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോളം ഞണ്ട് എടുത്തിട്ടുള്ളത്. ഞണ്ട് മുറിക്കാനും ക്ലീൻ ചെയ്യാനൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് കട്ട് ചെയ്തോ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കാം. ഒരു 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, നിറയെ കരിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ ജീരകം, ഒരു 3-4 ക്ലോവ്സ്, പിന്നെ ഹോൾ പെപ്പർ അതൊരു ടേബിൾ സ്പൂൺ ഉണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങേനെ വറുത്തിട്ടാണ് നമ്മൾ അരക്കുക. പിന്നെ സവോള ഒരു 1.5 സവോള പൊടി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി പൊടി അരിഞ്ഞിട്ടുണ്ട്, 2 വറമുളകും ഉണ്ട്. സവോളേൻ്റെ അകത്ത് 1/2 സവോള മാത്രമേ നമ്മൾ തേങ്ങേൻ്റെ കൂടെ വറുക്കാൻ എടുക്കുന്നുള്ളൂ. ബാക്കി പിന്നെ വഴറ്റാനുള്ളതാണ് തക്കാളീൻ്റെ കൂടെ. തക്കാളി ഒരു 2 ചെറിയ തക്കാളിയാണ്. ഇതിപ്പോൾ ഞാൻ തക്കാളീൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഏതാ അവൈലബിൾ അതെടുത്തോ നിങ്ങൾ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് തേങ്ങ എണ്ണയാണ്. പിന്നെ ഒരു 3-4 ഗാർലിക്ക്. ആദ്യം നമുക്ക് ഈ ഞണ്ടിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാൻ ചട്ടിയിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഞണ്ടും മീനൊക്കെ മൺചട്ടിയിലിട്ടിട്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ടുണ്ടാവുക. ഇതൊരു പേരിന് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഞണ്ടിന് നാച്ചുറലി ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും അതിൻ്റെ ഫ്ലഷിന്. അത് വല്ലാണ്ട് ഉപ്പും ഒന്നും ഇട്ടിട്ട് കളയരുത്. അപ്പം ഉപ്പൊക്കെ കുറച്ച് മാത്രം ഇട്ടിട്ട് ചെയ്യുക. മസാല എന്തായാലും എൻഡിലുണ്ടാവും, എന്നാലും അത് മറ്റേ സ്വീറ്റ്നെസ്സിനെ ഓവർ പവർ ചെയ്യില്ല. നമുക്ക് ഒരു മുങ്ങേണ്ട പാകമൊന്നും വേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോൾ അറിയും, ഈ ബ്ലൂ കളർ ഷെല്ലൊക്കെ ഓറഞ്ച് കളറായി മാറും. ഗാർലിക്കിനെ ഞാൻ നീട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇതാ കണ്ടില്ലേ, ബ്ലൂ കളറൊക്കെ ഓറഞ്ച് കളറായി. ഞണ്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിൻ്റെ അകത്തേക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് വറുത്തെടുക്കാം. ഇത് തേങ്ങ വറുത്തരക്കാനുള്ള സ്റ്റെപ്പാണ്. ആദ്യം ജീരകവും മറ്റേ ക്ലോവ്സും ഇട്ടിട്ടുണ്ട്. പിന്നെ പെപ്പർ ഇട്ടു, വറമുളക്, ഇഞ്ചി, ഈ പൊടികളും ബാക്കി സ്പൈസസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് വെറും ചിക്കൻ മസാല മാത്രം ഇട്ടിട്ടും നമുക്ക് ചെയ്യാം. തേങ്ങയും വറമുളകും ഇഞ്ചിയും സവോളയും പിന്നെ ചിക്കൻ മസാലയും മാത്രം ഇട്ടിട്ടും ചെയ്യാം. പക്ഷെ ഇന്ന് ഞാൻ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും വളരെ നന്നായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ളത് ജീരകം, ഗ്രാമ്പു, ഇഞ്ചി, വറമുളക്, സവോള. ഇതിപ്പോൾ ഒരു 1/2 സവോളയാണ് ഉള്ളത്. ബാക്കി 1 സവോള നമുക്ക് പിന്നെ ഇട്ട് വഴറ്റാനുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത്. ഫ്രഷ് തേങ്ങയാണെങ്കിൽ ഈ സവോളൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വഴറ്റുക. പിന്നെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വറക്കുമ്പം ഹീറ്റ് കൂട്ടി വെച്ചിട്ട് വെറുതെ ബ്രൗൺ ആയാൽ പോരാ, ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലനെ ബ്രൗൺ കളറായി വരണം. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരുക. ഈ തേങ്ങ വറുത്തരക്കുന്നത് ആ മസാല മറ്റ് പലതിനും യൂസ് ചെയ്യാം. മുട്ടക്കറി, പിന്നെ ചിക്കൻ, മട്ടൺ,
ഇവിടെ ഉരുളക്കിഴങ്ങ് എല്ലാത്തിനും ഇതേ മസാല തന്നെ ചെയ്യാം നമുക്ക്. ലാർജ് സ്കെയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്താൽ വെച്ചാലും മതി. ലാസ്റ്റ് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട് തേങ്ങേൻ്റെ കൂടെ. കണ്ടില്ലേ, കളർ മാറി മാറി വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഡീപ്പ് ബ്രൗൺ കളറിലേക്ക് ആക്കിയെടുക്കുകയാണ്. കരിയാണ്ട് നോക്കുക. ഈ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. ഇനി നമുക്ക് ലാസ്റ്റ് പൊടികളെല്ലാം ആഡ് ചെയ്യാം. ഈ പൊടിക്ക് പകരം ഹോൾ മല്ലി ഇട്ടാലും നന്നായിട്ടുണ്ടാവും. വറമുളക് കുറച്ച് കൂട്ടിയിട്ടാലും മുളക് പൊടി അവോയ്ഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കുറച്ച് ഗരം മസാലപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പൊടി ഇട്ടതിന് ശേഷം പിന്നെ കുറേ നേരമൊന്നും ഗ്യാസ് ഓൺ ചെയ്ത് വെക്കരുത്. 1 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യാം. നമുക്ക് ആ ചൂടിൽ തന്നെ പൊടിയൊക്കെ റെഡിയാവും. ഞാനിത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചുതരാം. കളറ് ഇതാ കണ്ടില്ലേ, ഈ ഡീപ്പ് കളറാണ് ഒറിജിനലായിട്ടുള്ളത്. നമുക്കിതിനി തണിയാൻ വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് തണിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ടാവും ഈ മസാലക്ക്. എന്നിട്ട് നമുക്ക് അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി, സവോള, തക്കാളി ഇട്ട് വഴറ്റാം. ഇഞ്ചി വേണമെങ്കിൽ ഇടാം. ഇതാ ഒരു സവോള പൊടിയായി അരിഞ്ഞതുണ്ട്. നല്ലോണം സോഫ്റ്റ് ആകുമ്പം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കാം. ഈ ഗാർലിക്കെല്ലാം നല്ലോണം ഉടഞ്ഞ് കിട്ടണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. വേഗം അത് സോഫ്റ്റായി കിട്ടും. ഈ ഞണ്ട് കറി ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഒരു അര ദിവസം 1 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുക. ഇനി നമുക്ക് ആ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ തക്കാളി പൾപ്പ് ഇട്ടത് കൊണ്ടാണ് അതിങ്ങനെ വാട്ടറി ആയിട്ടുള്ളത്. തക്കാളി ഡൈസ് ചെയ്തിട്ടതാണെങ്കിൽ വേഗാവും. നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നമുക്ക് ഞണ്ടിലേക്ക് ഇടാം. ഞണ്ടിലേക്ക് തക്കാളിയും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയില്ലേ തേങ്ങേൻ്റെ, അതും ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്യാം. ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട്. ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ തേങ്ങ വറുത്തരച്ച് വെച്ച് നോക്കും. പല ഐറ്റംസും ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് അതൊന്ന് കുറുകി വന്നോട്ടെ. അപ്പോൾ ഒന്ന് ഈ കാലിൻ്റെ അകത്തും ഷെല്ലിൻ്റെ അകത്തൊക്കെ പിടിക്കണ്ടേ മസാല. ഇനി നമുക്കിത് കുറുക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കുകയാണ്. ഇട്ടിട്ട് ചെയ്യുമ്പം നല്ലോണം ഇങ്ങനെ പതഞ്ഞ് വരും. നമുക്കിനി അതിലേക്ക് കറിവേപ്പില ഇടാം. ഉപ്പൊക്കെ ഈ സ്റ്റേജിൽ നോക്കിയിട്ട് ഇടുക. നമുക്കതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം. റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ മാറി, ചാറിൻ്റെ കളറൊക്കെ മാറി. ഇനി അത് നമുക്ക് വൈകുന്നേരം ആകുമ്പം നല്ല രുചിയായിരിക്കും. കുറച്ച് ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. ചോറും ക്യാരറ്റും എടുത്തിട്ട് നല്ല ചൂടുള്ള ഞണ്ട് കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.
താങ്ക്സ് കേട്ടോ.